മിമിക്രി രംഗത്തെ അതുല്യ പ്രതിഭയാണ് കോഴിക്കോട് സ്വദേശി നിസാം. നാട്ടിൽ മാത്രമല്ല, കഴിഞ്ഞ 9 വർഷമായി UAE വ്യത്യസ്ത വേദികളിലെ നിറസാന്നിധ്യം കൂടിയാണ് ഇദ്ദേഹം. പെരുന്നാളിനിടയ്ക്ക് കുബൂസ് കച്ചവടം എന്ന പുതിയ ഐറ്റവുമായാണ് ഈ പെരുന്നാളിന് നിസാം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അനായാസേന മരണ അനാഥാനേന ജീവിതം ദേഹിമ കൃപയാ ശംഭു ദ്വൈഭക്തി മഞ്ജരഹം. എന്താടോ ശേഖര നന്നാവാത്തെ? പിന്നിട്ട കാൽവഴികളിലെങ്ങോ തറച്ചുപോയ നീ എന്ന മുള്ളിനെ ഞാൻ എന്നേ മറന്നു ശേഖര. ഈ വഴിയിൽ നിനക്കെന്നെ കുത്തി നോവിക്കാൻ കഴിയില്ലടാ. വഴി മാറടാ മുണ്ടക്കൽ ശേഖര. ശബ്ദം കൊണ്ട് മാന്ത്രികത തീർക്കുകയാണ് നിസാമുദ്ദീൻ. സ്കൂൾ ക്ലാസുകളിൽ തുടങ്ങിയ അനുകരണ കല ദൈനംദിന കാര്യമെന്നോണം ഇന്നും ജീവിതത്തിന്റെ ഭാഗമാണ്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ശബ്ദവൈവിധ്യങ്ങളിലൂടെയുള്ള സഞ്ചാരം ഒടുവിൽ UAE പ്രവാസ ലോകത്തേക്കും എത്തുകയായിരുന്നു. ഞാൻ 5ാം ക്ലാസ് മുതൽ മിമിക്രി നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലുള്ള TV-യിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാനതൊന്ന് ജസ്റ്റ് അനുകരിച്ച് നോക്കാൻ നോക്കി. അപ്പോൾ ഞാനത് അനുകരിച്ചു. ആ വർഷം തന്നെ ഞാൻ സ്കൂളിൽ ഒന്നുമില്ല, ഒരു 2-3 ശബ്ദത്തിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ മിമിക്രിക്ക് കയറി. അന്ന് എനിക്ക് സെക്കൻഡ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് കിട്ടാനുള്ള ഒരു ആഗ്രഹമായി. ഞാൻ 6ാം ക്ലാസ്സിൽ വന്നു. കുറച്ചുകൂടെ പഠിച്ചു. കുറച്ചുകൂടെ ഈ മറ്റുള്ള കാര്യങ്ങളും ഓരോരുത്തരെ നിരീക്ഷിച്ചും വീക്ഷിച്ചും ഒക്കെ ആയിട്ട് സ്കൂളിലെ മാഷ്മാരെയും ടീച്ചർമാരെയും അല്ലെങ്കിൽ പിന്നെ കഞ്ഞി വെക്കുന്ന നമ്മുടെ എൻ്റെ അമ്മൂമ്മ, സ്നേഹത്തോടെ അമ്മൂമ്മ എന്ന് വിളിക്കുന്ന അവരെ പോലും ഒന്ന് അനുകരിച്ച് കാണിച്ച് അങ്ങനെ എനിക്ക് 6ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി. 7ാം ക്ലാസ്സിലും എനിക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ എനിക്കധികം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ സ്കൂൾ തലത്തിലും അതുപോലെ പിന്നെ കോളേജ് തലത്തിലൊക്കെ ഞാൻ ഒരുപാട് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിൽ നിന്നും എനിക്ക് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനമായിരുന്നു മിമിക്രിക്ക്. അങ്ങനെ ഈ ഒരു 9ാം ക്ലാസ് വരെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര ഈ നമ്മൾ ഒരു അരപ്രാന്തൻ്റെ പോലെ തന്നെ ആയിരുന്നു നടത്തമൊക്കെ. കാരണം നടക്കുമ്പോഴും പോകുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നിനക്കെന്താ തലയ്ക്ക് സൂല് എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ 9ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിൽ നിന്നും സംസ്ഥാനത്തിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നു. അപ്പോൾ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഓരോരുത്തർ വന്നിട്ട് എന്നെ പ്രോഗ്രാംസിനൊക്കെ വിളിച്ചുകൊണ്ട് പോകാനൊക്കെ തുടങ്ങി. അന്ന് വലിയ ഫോട്ടോസൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അവർ എനിക്ക് ആദ്യമായിട്ട് അന്ന് എനിക്ക് 1000 രൂപ എനിക്ക് തന്നു. അത് എൻ്റെ അടുത്തുള്ള ഒരു ഇഷ്ടം കൊണ്ടാണോ അതോ ഞാൻ അന്ന് ഇനി പറഞ്ഞ പോലെ ചെറിയ പയ്യനായതുകൊണ്ടാണെന്ന് അറിയില്ല, ആ കാശ് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് അവർക്കൊരു ഇതുകൊണ്ട് നമുക്ക് വരുമാനം കൂടെ കിട്ടും, ഇത് വെറുതെ അല്ല എന്ന് തോന്നലാണ്. പിന്നെ അവരൊരിക്കലും ഇതിനെക്കുറിച്ച് വറീഡായിട്ടില്ല. അഴകാലില മഞ്ഞച്ചരടില് പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണി കൊലുസണിഞ്ഞ് വയൽ കിളി വരവായി ഒരു നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി ഒരു 10-14 ലാംഗ്വേജിൽ പാടാൻ ഞാൻ പ്രോഗ്രാംസിന് പോകാറുണ്ട്. ബംഗാളിയും നേപ്പാളിയും ശ്രീലങ്കയും പഷ്തുവും കന്നഡയും തെലുങ്കും അറബിയും എല്ലാ ലാംഗ്വേജിലും ഒരു 10-25 പാട്ട് എനിക്ക് ബൈഹാർട്ടാണ്. അച്ഛനാമർ മുക്താർ അച്ഛനാമർ ബാരിസ്റ്റാർ শেষ বিচারের হাইকোর্টেতে তিনি আমায় করবেন পার আমি পাপী তিনি জামিনদার আমি പാപ്പി তিনি ജാമിന്ദാർ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രോഗ്രാംസിന് പാടാറുണ്ട്. പിന്നെ പാകിസ്ഥാനികളുടെ നമ്മൾ സ്നേഹത്തോടെ പച്ച എന്ന് വിളിക്കും, അതുപോലെ പാകിസ്ഥാനീസിൻ്റെ ഒരു പഷ്തു ഗാനം, അതും കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്വലരാഗലേയം കവമാ ഫര്യാദുനാ സ്വലരാഗലേയം കവമാ ഫര്യാദുനാ ലാൽ കലന്ദരാ ഖുബൂൽ മെ കസ്വാലുനാ ലാൽ കലന്ദരാ ഖുബൂൽ മെ കസ്വാലുനാ ലാൽ കലന്ദരാ ഖുബൂൽ മെ കസ്വാലുനാ. നിസാമിന്റെ സുഹൃത്തും മാഡിലെ ഒരംഗവുമാണ് അൻഷാദ് ബഞ്ഞാറമൂട്. കൂട്ടായ്മയിലൂടെയാണ് നല്ല പരിപാടികൾ ഉണ്ടാവുന്നതെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഹലോ, നിക്കരയോടെ എന്താടി നോക്കി പിടിപ്പിക്കാൻ നീ എന്നെ? അയ്യേ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അമ്മാവനെ കണ്ടാലും കുഴപ്പാവും. കണ്ണു തുടക്കി അതുവഴി പോവല്ലേടി, ഒന്നിത് വഴി പോടി. ഇതിനു പുറമെ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ ഭാവനാത്മകമായ നിരവധി ഐറ്റംസുകളും നിസാമിന്റെ അടുക്കലുണ്ട്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമാണ് UAE ഇത്തിസറാത്ത് കസ്റ്റമർ കെയറിലെ ചില അനുകരണങ്ങൾ. അപ്പോൾ ഈ കസ്റ്റമർ കെയറിലേക്ക് കുറച്ച് സിനിമാ നടന്മാർ ഇരിക്കുകയാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഈ ഡയലോഗ് പറയുക എന്നുള്ളതാണ്
നമ്മുടെ പുതിയ ഒരു ഭാവന. ഇപ്പോൾ സത്യൻ മാഷ് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം. الهاتفك المتحرك الذي تلقته قبلك أو خارج نطاق الخدمة حاليا يرجى الاتصال فيما بعد. شكرا. ഇനി തിലകൻ ചേട്ടനാണ് ഇപ്പോൾ കസ്റ്റമർ കെയറിലേക്ക് നമുക്ക് നോക്കാം. الهاتف المتحرك الذي تلقته قبلك أو خارج نطاق الخدمة حاليا يرجى الاتصال فيما بعد. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ എന്നെ അമ്മയെന്ന് പുറത്താക്കി. ദയവ് ചെയ്ത് തിരിച്ചെടുക്കുമ്പോൾ വിളിക്കൂ. നന്ദി, നമസ്കാരം. പെരുന്നാളിനിടയ്ക്ക് കുബൂസ് കച്ചവടം എന്ന മിമിക്രി ഓഡിയോ കാസറ്റാണ് ഈ പെരുന്നാളിന് നിസാം പ്രേക്ഷകർക്ക് മുമ്പിലായി വെക്കുന്നത്. ദുബായിലെ 45 പേരടങ്ങുന്ന മിമിക്രി കലാകാരന്മാരുടെ കൂട്ടായ്മയായ മാഡിന്റെ ബാനറിലാണ് ഇങ്ങനെയൊരു ശബ്ദാനുഭവം തയ്യാറാക്കുന്നത്. ഇപ്പോൾ 45 പേരുണ്ട് നമ്മുടെ മാഡ് എന്ന ഗ്രൂപ്പിൽ. ഈ 45 പേരുടെയും വോയിസിലൂടെ തന്നെയാണ് ഇപ്പോൾ പെരുന്നാളിനിടയ്ക്ക് കുബൂസ് കച്ചവടം ഈ വരുന്ന പെരുന്നാളിന് ഇറങ്ങാൻ പോകുന്നത്. അതിൽ വലിയ സന്തോഷം. അതിൻ്റെ ഒരു പ്രൊമോ ഒക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഒരുപാട് ഓഫറുകൾ വേറെ വന്നു. ഞാനിപ്പോൾ ഒരു 3-4 ഷോർട്ട് ഫിലിമിന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. അവർ പറഞ്ഞു തന്നൊരു തീം വെച്ചിട്ട് അതിൻ്റെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ 3-4 പ്രോഗ്രാംസിൻ്റെ ടോട്ടൽ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷം എഴുതുന്നതിൽ. കുടുംബങ്ങളും കൂട്ടായ്മകളും ഏറെ ഇഷ്ടപ്പെടുന്ന ഇത്തരം രസികൻ കലാകാരന്മാരെ പ്രവാസ ലോകവും ഇവിടെ നെഞ്ചോട് ചേർക്കുകയാണ്. പാട്ടാവ് പിടിച്ചിട്ടില്ല. പൊന്മണി എൻ വീട്ടിൽ സൗഖ്യമാൻ നാനങ്ക സൗഖ്യമേ. പൊന്മണി എൻ വീട്ടിൽ സൗഖ്യമാനായങ്ക സൗഖ്യമേ. ഉന്ന എഴുതി പാക്കുന്നത് കവിത കൊട്ടുത്. ഉന്നെ എഴുതി പാക്കതിൽ കവിത കൊട്ടത്. അത് സൂട നനയ്ക്കുവിൽ കവിത മുട്ടുത്. അത് സൂട നനയ്ക്കതിൽ കവിത മുട്ടത്.